നീതിന്യായ നടപടികൾക്കും ഭരണഘടനാ ചർച്ചകൾക്കും വേദിയാകുന്ന സുപ്രീം കോടതിക്ക് മുന്നിലെ പുൽത്തകിടിയിൽ ഇന്നൊരു അപൂർവ കാഴ്ചയുണ്ടായി. എന്താണെന്നല്ലേ, ഒരു വിവാഹം. നിയമത്തിന്റെ നിഴലിൽ കോടതി പരിസരത്ത് നടന്ന ആ വിവാഹത്തെക്കുറിച്ച് നമുക്കൊന്ന് അറിഞ്ഞു വരാം. സാധാരണ വിവാഹ ബന്ധത്തിലൊക്കെ എന്തെങ്കിലും പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴാണ് ആൾക്കാർ ഈ സുപ്രീം കോടതിയെ സമീപിക്കുക. പക്ഷേ ഇന്ന് രണ്ടുപേർ സുപ്രീം കോടതിയിൽ നിന്ന് തങ്ങളുടെ വിവാഹ ജീവിതം ആരംഭിച്ചു. ഇത് ദർവേഷും ശ്രേയയും 10 വർഷം നീണ്ടുനിന്ന പ്രണയത്തിനൊടുവിൽ ഇരുവരും ഇന്ന് വിവാഹിതരായി. പരസ്പരം ഹാരമണിഞ്ഞ് ജീവിതയാത്രയ്ക്ക് കൈകോർക്കാൻ ഇവർ തിരഞ്ഞെടുത്തത് സുപ്രീം കോടതി പരിസരമാണ്. ഇത് മുൻകൂട്ടിയെടുത്ത തീരുമാനമല്ലെന്നാണ് ഇവർ പറയുന്നത്. സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം വിവാഹം രജിസ്റ്റർ ചെയ്യാനെത്തിയപ്പോഴാണ് ഇരുവരും കോടതി പരിസരത്ത് വെച്ച് പരസ്പരം ഹാരമണിഞ്ഞത്. That we haven't planned for it. It's something things happen and we ended up there. ആർഭാടങ്ങൾ ഒഴിവാക്കി ലളിതമായി വിവാഹം നടത്താനുള്ള തീരുമാനം നടപ്പിലായതിന്റെ സന്തോഷത്തിലാണ് ഇരുവരും. So I think we both believe that marriages should be simple and then we should throw a good party afterwards. So we decided to opt for court. ബംഗളൂരുവിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ് ദർവേഷ്. ശ്രേയ ഡൽഹി സർവകലാശാലയിലെ ഗവേഷണ വിദ്യാർത്ഥിനിയും. I wish you a happy married life. Okay, it's okay. ദില്ലിയിൽ നിന്നും ഷിജു പട്ടുവത്തിനൊപ്പം ബി ബാലഗോപാൽ, മാതൃഭൂമി ന്യൂസ്. 10 വർഷത്തെ ഒരു പ്രണയ സാഫല്യത്തിന്റെ കഥയാണ് നമ്മൾ കണ്ടത്. വളരെ ലളിതമായ രീതിയിൽ വിവാഹം ചെയ്ത രണ്ടുപേർ. ബി ബാലഗോപാൽ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ബാലു, നമ്മൾ തമാശയ്ക്ക് പറയും ബാലു വീട്ടിൽ പോകുന്നതിനേക്കാൾ കൂടുതൽ സുപ്രീം കോടതിയിലേക്കാണ് പോകുന്നത് എന്ന്. പക്ഷേ ഇത്രയും കാലം പോയിട്ടും ഇങ്ങനെ ഒരു കാഴ്ച ഇത് ആദ്യമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും അല്ലേ ബാലു? സന്ധ്യ, കഴിഞ്ഞ 20 വർഷമായി സുപ്രീം കോടതി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു മാധ്യമപ്രവർത്തകനാണ് ഞാൻ. എന്നോട് ആരെങ്കിലും ഒരു ചോദ്യം ചോദിക്കുകയാണ്, ഡൽഹിയിൽ ഏറ്റവും കൂടുതൽ ഏത് സ്ഥലത്താണ് പോയിട്ടുള്ളതെന്ന് ചോദിച്ചാൽ എനിക്ക് നിസ്സംശയം പറയാൻ വേണ്ടി കഴിയും അത് സുപ്രീം കോടതിയാണ്. ഈ കാലയളവിൽ ഞാൻ 5ഓളം വീടുകളിൽ മാറി താമസിച്ചിട്ടുണ്ട്. പക്ഷേ സുപ്രീം കോടതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2005 മുതൽ എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. കഴിഞ്ഞ 20 വർഷമായി ഞാൻ ആ കോടതിയിൽ നിന്ന് കേൾക്കാത്ത കാണാത്ത ഒരു കാഴ്ചയെക്കുറിച്ചുള്ള സംഭവമാണ് ഇന്ന് രാവിലെ അറിഞ്ഞത്. നമുക്കറിയാം, ഇന്ന് ഡൽഹിയിലുള്ള മലയാളി മാധ്യമപ്രവർത്തകരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ കോൺഗ്രസിൻ്റെ സീറ്റ് ചർച്ചകളായിരുന്നു. ഞാനും അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് രാവിലെ മുതൽ അതിൻ്റെ തിരക്കിലായിരുന്നു. ഇതിനിടയിലാണ് സുപ്രീം കോടതിയിൽ നിന്ന് ഇങ്ങനെ ഒരു വിവാഹം നടക്കുന്നതിനെ സംബന്ധിച്ചുള്ള വിവരം ഞാൻ അറിഞ്ഞത്. ഞാൻ പെട്ടെന്ന് അവിടെ എത്തി. പക്ഷേ ആ സമയം ആ വിവാഹം കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് ആ ചരിത്ര നിമിഷത്തിന് അല്ലെങ്കിൽ അപൂർവമായ ആ കാഴ്ച എനിക്ക് നേരിട്ട് കാണാൻ വേണ്ടി കഴിഞ്ഞില്ല. പിന്നീട് ഞാൻ ഇവരെക്കുറിച്ച് അന്വേഷിക്കുകയും ഇവരെ കണ്ടെത്തുകയും ചെയ്യുകയാണ് ഉണ്ടായത്. ഇപ്പോൾ സന്ധ്യയ്ക്ക് എന്നതുപോലെ തന്നെ എല്ലാവർക്കും ഒരു തോന്നുന്ന ഒരു സംശയം, എന്തുകൊണ്ടായിരിക്കും ഒരു സുപ്രീം കോടതിയെ ഒരു വിവാഹ വേദിയാക്കുവാൻ വേണ്ടി തീരുമാനിച്ചത് എന്നതാണ്. എൻ്റെയും സംശയം അത് തന്നെയായിരുന്നു. ഞാൻ അവരോട് ചോദിച്ചപ്പോഴാണ് ഇതിന് പിന്നിലുള്ള യഥാർത്ഥ കാരണം മനസ്സിലായത്. അതായത് ഇവരുടെ വിവാഹം നേരത്തെ തന്നെ ഇവർ രജിസ്റ്റർ ചെയ്ത് സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരുന്നു. അതിൻ്റെ നടപടിക്രമങ്ങളൊക്കെ പുരോഗമിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ചില സാങ്കേതിക തടസ്സങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് ഇവർക്ക് പെട്ടെന്ന് അത് നടപ്പാക്കേണ്ട ഒരു സാഹചര്യം വന്നു. അങ്ങനെയാണ് ഒരു അഭിഭാഷകന്റെ സാന്നിധ്യത്തിൽ ഈ വിവാഹം സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യുന്നുള്ള നടപടികളിലേക്ക് അവർ കടന്നത്. അതിനാണ് എൻ്റെ സുഹൃത്തും മലയാളിയും അഭിഭാഷകനുമായ KR സുഭാഷ് ചന്ദ്രൻ്റെ അടുത്ത് അവർ എത്തുന്നത്. തുടർന്നാണ് ഈ വിവാഹം അവർ സുപ്രീം കോടതിയുടെ, അതായത് ഈ പരസ്പരം ഹാരം അണിഞ്ഞുകൊണ്ട് അവിടെ വെച്ച് സുപ്രീം കോടതി അപൂർവമായ ഒരു കാഴ്ച ഇന്ന് സുപ്രീം കോടതിയിൽ നടന്നു. അതാണ് ആ വിശേഷമാണ് ബാലു നമുക്ക് മുന്നിൽ എത്തിച്ചത്. ശരി.